നമ്മളോടൊപ്പം ഇപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷിബു PL കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ആ ഒരു ആവശ്യമൊന്ന് ഉന്നയിക്കാമെന്ന് തോന്നുന്നു. അതെ അതെ, ശ്രീ ഷിബു PL യഥാർത്ഥത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു സാധാരണ വിദ്യാർത്ഥി, +2 വിദ്യാർത്ഥി ക്രമേണ കൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറി മയക്കുമരുന്നിൻ്റെയും അതുപോലെ ഈ കഞ്ചാവിൻ്റെയൊക്കെ ലഹരി ലോകത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് അലക്സ് റാം വരച്ചിട്ടത്. അപ്പോൾ ഇതുപോലെ നമുക്കറിയാത്ത എത്രയോ കുട്ടികൾ ചിലപ്പം സംസ്ഥാനത്തുണ്ടാകും. അപ്പോൾ ഈ ഓണക്കാലത്ത് ഒരുപാട് ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്താൻ ഈ തൽപര കക്ഷികൾ ശ്രമിക്കുന്ന ഈ വേളയിൽ നമുക്കിതിൽ ചെയ്യാൻ കഴിയുക? ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇതിൽ? നമസ്കാരം, എന്റെ പേര് ഷിബു ആണ്. ഞാൻ തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. തീർച്ചയായിട്ടും ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. ലഹരിക്ക് അടിമയായ ഒരു കുട്ടിയെ നമുക്ക് രോഗിയായി കണ്ട് അയാൾക്ക് ചികിത്സ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് നേരായ പാതയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഈ ലഹരി ചികിത്സ എന്ന് പറയുന്നത് ചിലവേറിയ ഒരു ചികിത്സയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ 14 ജില്ലകളിലും ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായിട്ട് സൗജന്യ ഡി-അഡിക്ഷൻ സെന്ററുകൾ തുറന്നിട്ടുണ്ട്. അവിടെ ചികിത്സ തികച്ചും സൗജന്യമാണ്. ലഹരി അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസ് വകുപ്പിനെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് നിഹാൻസിന്റെ ട്രെയിനിങ് കിട്ടിയ എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ വിമുക്തി കോർഡിനേറ്റർമാരുണ്ട്, എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ വ്യക്തിയുടെ വീടുകളിലെത്തി അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് ചികിത്സ അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡി-അഡിക്ഷൻ സെന്ററുകളിൽ, ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടത്തുന്ന ഡി-അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സ സൗജന്യമായിട്ട് ഇത്തരക്കാർക്ക് ലഭ്യമാക്കും. ഓക്കെ, താങ്കൾ ഈ കാര്യത്തിലൊന്ന് ഇടപെടണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. താങ്കളൊന്ന് ടെലിഫോൺ ലൈനിൽ നിൽക്കണം. ഞാൻ അലക്സ് റാം മുഹമ്മദ് വീണ്ടും ചേരുകയാണ്. അലക്സെ, നമുക്ക് ഈ ഉദ്യോഗസ്ഥനോട്, ഈ ഓഫീസറോട് പറഞ്ഞിട്ട് ഇവരുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഇടപെടാം. കാര്യം തീർച്ചയായിട്ടും ഇത്തരം അഡിക്ഷന് വിധേയമായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ വയലൻ്റ് ആകുന്നത് സാധാരണ രീതിയാണ്. പക്ഷേ അവൻ എത്ര വയലൻ്റ് ആയാലും ഇവനെ ഇത്തരം ഒരു സെൻറ്ററിൽ ഏൽപ്പിക്കാതെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പറയൂ അലക്സ്. അതുപോലെ എന്തെങ്കിലും ചിലർ സാമ്പത്തിക സഹായമൊക്കെ നമുക്ക് 24 കണക്റ്റിന് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. SKN, തീർച്ചയായും നമ്മൾ തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായ PL ഷിബുവിനെ ഇപ്പം അദ്ദേഹത്തോടാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പൂർണ്ണ പിന്തുണയാണ് ഉറപ്പു നൽകുന്നത്. അതായത് യുവത്വത്തിലേക്ക് അവൻ കടന്നിട്ടില്ല, കൗമാരക്കാരനെന്ന് നമുക്ക് പറയാം. ആ കൗമാരക്കാരനെ അവിടേക്ക് ഡി-അഡിക്ഷൻ സെന്ററിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുള്ള ഇടപെടലും നടത്താമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയത്ത് ഒരു കാര്യം കൂടി മാതാപിതാക്കൾ സംശയമായി പറഞ്ഞൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ SKN. കാരണം അവർ പറയുന്നത് കേശവദാസപുരം MG കോളേജ് മുതൽ പട്ടം വരെ, അതായത് നിരവധിയായ സ്കൂളുകൾ അതിനിടയ്ക്കുണ്ട്. പട്ടം സ്കൂളുണ്ട്, ഗേൾസ് ഉണ്ട്, അത്തരത്തിൽ നിരവധി സ്കൂളുകളുണ്ട്. ആ വഴികളിൽ, ആ റോഡുകളുടെ ഇടവഴികളിൽ, പോക്കറ്റ് റോഡുകളിലൊക്കെ, പ്രത്യേകിച്ച് ചാലക്കുഴിയിലൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇടനാഴികളിലും ഇടറോഡുകളിലും ഒക്കെ ഇത്തരത്തിൽ ലഹരി കേന്ദ്രങ്ങളാണെന്ന് ഈ മാതാപിതാക്കൾ സംശയിക്കുന്നുണ്ടെന്ന് അവർ വേദനയോടെ പറയുന്നുണ്ട്. തങ്ങളുടെ മകൻ മാത്രമല്ല, നിരവധിയായ സ്കൂൾ കുട്ടികൾ, കൊച്ചു കുട്ടികളടക്കം ഇതിനടിമപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ഇത്തരം ലഹരി കേന്ദ്രങ്ങൾ ഈ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ഒരു പരിശോധനയും ഇടപെടലും കാര്യക്ഷമമാക്കണമെന്ന് അവർ നിറകണ്ണുകളോടെ പറഞ്ഞതുകൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ആ വീട്ടുകാരുമായി ബന്ധപ്പെടുക, നമ്മുടെ സഹായം എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ ശ്രീ PL ഷിബു, ഈ ചാലക്കുഴി ലൈൻ, കേശവാസപുരം, അതുപോലെ മറ്റുള്ള പ്രധാനപ്പെട്ട സ്കൂളുകൾ, സെൻറ്റ് മേരീസ് പോലുള്ള സ്കൂളുകളുള്ള സ്ഥലങ്ങളിലും റോഡുകളിലും ഒക്കെ തന്നെ ഇത്തരം സ്ഥലങ്ങളുണ്ട്, കേന്ദ്രങ്ങളുണ്ട് എന്ന് അവർ മാതാപിതാക്കൾ സംശയിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ പറയുന്ന സ്ഥലങ്ങളിൽ, ഈ പറയുന്ന ചാലക്കുഴി ലൈൻ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മഫ്തിയിൽ ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിന് അയച്ച് ഇൻഫർമേഷൻ ശേഖരിച്ച് നമ്മൾ എവിടെയാണോ ഇത്തരത്തില് പരിശോധനകൾ നടത്തേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിന്റെ പരിശോധനകൾ ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അതിനുള്ള നടപടി എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, വളരെ നന്ദി. താങ്കൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തിപരമായ ഒരു ഇടപെടൽ കൂടി നടത്തണം. കാര്യം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ഒരു ദിവസം ഇതേപോലൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് താങ്കൾ തന്നെ പ്രഖ്യാപിക്കണം അവനിപ്പോൾ 100% നോർമലാണെന്ന്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.